ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരു കാര്യവും ഇല്ലാതെ ഒരു വ്യക്തിയുടെ ഹെയർ അല്ലെങ്കിൽ മുടി കൊഴിയില്ല. അപ്പോൾ ദർ ഇസ് സം റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് കോമൺലി മുടി കൊഴിച്ചിൽ ഉണ്ടാവുക? അപ്പോൾ ഫസ്റ്റ് ആൻഡ് കോമൺ റീസൺ ക്യാൻ ബി ഹോർമോണൽ ഇംബാലൻസ്. നമ്മുടെ ബോഡിയിൽ തൈറോയിഡ്, ഇൻസുലിൻ, കോർട്ടിസോൾ മുതലായ ഹോർമോണുകളുടെ ഇംബാലൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു കോമൺ റീസൺ ആണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, സിങ്ക്, മാഗ്നീഷ്യം മുതലായ മിനറൽസ് ആൻഡ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഒരു വ്യക്തിക്ക് മുടികൊഴിച്ചിൽ ഉണ്ടെങ്കിൽ അതിന് പുറകിലുള്ള റീസൺ എന്ന് ഐഡന്റിഫൈ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഹെയർ ഓയിലോ സെറമോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെയർ ഫോൾ എന്ന് പറഞ്ഞ ഇഷ്യൂ മാറി പുതിയ മുടി വളരും എന്ന് വെറുതെ വിചാരിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് അത് റൂൾ ഔട്ട് ചെയ്യുക. അതിനെ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പുതിയ മുടി വളരാനായിട്ടുള്ള മെഷേഴ്സിലേക്ക് പോകുന്നതാണ്